ഇതൊന്നും നമ്മൾ വെച്ച് നമുക്ക് ഈ തത്വവും വാർദ്ധക്യവും മാറിപ്പോകുന്നില്ലാത്തതുപോലെ മരണവും ജനനവും മാറിപ്പോകുന്നില്ലാത്തതുപോലെ നമുക്ക് ആത്മാവിന്റെ ചിന്ത ഒരിക്കലും മാറിപ്പോകാത്തതാണ്. അത് ശാന്തിയും സമാധാനവും തേടിയെടുക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വേറൊരു പ്രയോഗം. എന്താണ്? നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പോരാ, നമ്മൾ സ്നേഹമുള്ളവരായിരിക്കും. ആ സ്നേഹം എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തിയിൽ കൂടി. ആ പ്രവൃത്തി എന്തൊക്കെയാണ്? നമ്മളെ ഈ ആഹരിക്കാൻ ഭക്ഷിക്കുന്നതിന് ആദ്യം നമ്മൾ അതിൽ സ്നേഹം കാണിക്കണം. എന്താണ്? നമ്മൾ ഇങ്ങനെ എടുത്ത് കുടിക്കാൻ. അപ്പൊ ഇങ്ങനെ ഒന്ന് കണ്ണടച്ചു. നമ്മളൊരു കർമ്മം ചെയ്യാൻ പോകുന്നു, അല്ലേ? ഡ്രൈവിംഗ് ചെയ്യാൻ പോകുന്നു. ഇത് കൈമാറ്റി കൂട്ടിച്ചിരിക്കാമെന്ന് തോന്നുന്നു മറ്റൊരുത്തൻ. അതിലില്ലാത്ത ഒരുത്തനെ കണ്ട ഈ സ്റ്റിയറിംഗ് ഇവന്റെ ദൈവം മാറിയത് എന്നതുപോലെ ഈ ഭൂമിക്ക് ഒരു ഗുണമുണ്ട്. ഇതിനൊക്കെ കുളിപ്പിക്കാനുള്ള ഒരു ഗുണം, അത് വെള്ളത്തിലേക്ക് കുളിപ്പിക്കാം. അങ്ങനെ കുളിക്കാനും ജീവിക്കാനുള്ള കഴിവ് ഈ ചന്ദ്രന്റെ പൊടിപടലങ്ങളിൽ കൂടി വേണം വരാൻ. അതിന് കറുത്തവട്ടവും വെളുത്തവട്ടവും വെച്ച് ആ കറുത്തവട്ടത്തിന്റെ വെളുത്തവട്ടത്തിന്റെ ഗുണം അവര് കാണിച്ച് പറഞ്ഞ് എന്നിട്ട് ആ കാലത്തെല്ലാം തപസ് ചെയ്യേണ്ടതും അതിന് ആചരിക്കേണ്ടതും അതിന് കർമ്മം ചെയ്യേണ്ടതുമായ കാര്യം കൂടി പറഞ്ഞു. ആ കർമ്മത്തിൽ കൂടി നമ്മുടെ ജീവസന്ധാരണത്തിന്റെ മാത്രമല്ല, നമ്മുടെ ജീവൻ പോയി അണയേണ്ട കാര്യം എങ്ങനെയാണ്? അത് എന്തിന് അണഞ്ഞാൽ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അത് നിത്യത്വത്തിൽ എത്തിച്ചേരും. അതവർ കണ്ടു. അതവർ കണ്ടിട്ട് നമുക്ക് പറയാൻ എങ്ങനെ? ഈ 27 നക്ഷത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഈ 27 നക്ഷത്രങ്ങളിലെ 3 കൂട്ടി പറഞ്ഞു. 3×27 ഒരു കണക്ക് വരും. ആ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഇന്ന ഫലം, ആ രാശിയിൽ ജനിക്കുന്നവർക്ക് ഇന്ന ഫലം, ഇന്ന ഗ്രഹനില. ആ ഗ്രഹനിലയെ പെട്ടിരുന്നാൽ നിനക്ക് ഇന്ന ദോഷം ഇന്നതിന്റെ ഗുണം. ഇത് ശാസ്ത്രത്തിൽ കൂടി നമ്മെ ബോധിക്കും. അപ്പൊ ഇത്തരം നിമിഷക്കണക്കിന് കണക്ക് കൂട്ടി നമ്മെ അറിയിച്ച് നമ്മൾ ആ കർമ്മത്തെ കുറിച്ച് ഇങ്ങനെ കർമ്മിച്ചെന്നാൽ നമ്മുടെ ജീവൻ അതുപോലെ ശാന്തിയും സമാധാനത്തിലേക്ക് എത്തുവന്ന് കണ്ടുപിടിച്ച് നമുക്ക് തന്ന ആ പറഞ്ഞു വന്ന മഹാത്മാക്കളെ പറ്റി നമുക്കറിയില്ലാതെ പുച്ഛിക്കാനും പുച്ഛിച്ച് തള്ളാനും ഇടയാക്കി വരുത്താൻ നമ്മുടെ കർമ്മഗതി തിരിച്ചെടുത്ത് വെച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെങ്ങനെ?